മഞ്ഞുമല എനിക്ക് കുമ്പളങ്ങി കഴിഞ്ഞ അടുത്ത ഫേവറേറ്റ് പടമാണ് ഞാൻ ചെയ്തതിൽ. ഗണപതി കൊടുത്തപ്പോഴാണ് സംശയം വന്നത്. കുറച്ച് നല്ല കൂട്ടുകാർ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. ഇനി വേറെ ആർക്കെങ്കിലും പൂക്കൾ കിട്ടാനുണ്ടോ? ആ പരിപാടി കൊള്ളായിരുന്നല്ലേ? ആ പൂ പൊന്നുപടി. വിളമ്പാം നല്ല വിശേഷം. അജ്മീസ് ടീം മേഡ് പുട്ടുപൊടി. ഒന്നും കൂടെ for Manjumal boys, can we have that shout from Sacred Hearts? So Movie Man presents Classmates with Team Manjumal boys powered by Ajmeel. എനിക്ക് തോന്നുന്നു ഈ മാസം നിങ്ങൾക്ക് ആഘോഷിക്കാവുന്ന ഒരു സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതിലെ ഓരോ ഫ്രെയിംസും മഞ്ഞുമൽ ബോയ്സ്, എനിക്ക് തോന്നുന്നു the boys are absolutely here to stay. ആദ്യം ഞാൻ സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം. മഞ്ഞുമൽ ബോയ്സിനെ പറ്റി, ഈ ബോയ്സിനെ പറ്റി രണ്ട് വാക്ക്. മഞ്ഞുമൽ ബോയ്സ് ഈസ് ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഐ ഗോട്ട് ടു മേക്ക് ദിസ് വിത്ത് ദ ക്ലോസസ്റ്റ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. എല്ലാവരും എൻ്റെ ബോയ്സ് ആണ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അത് സൗബിക തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. കാരണം ഹീസ് ഓൾസോ ഫിലിം മേക്കർ. അപ്പോൾ സിനിമ എന്താണ്, നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എല്ലാം അറിഞ്ഞ് അതിൻ്റെ മേളിൽ എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത പ്രൊഡ്യൂസറിന് നന്ദി. ഓൾസോ ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് എവറി ക്രൂ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സൗബിക രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. കാരണം SHL ഇവിടെ വന്ന് നമ്മൾ ട്രailer കാണിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിലിം ഇഷ്ടമെന്ന് തോന്നുന്നു. കാരണം ഇത് ഒരു ചെറിയ സിനിമയാണെങ്കിൽ പോലും വലിയ ഒരു അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു ബോയ്സ്, അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് അല്ല, ഒരു ഫുൾ ഒരു യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ ഇവിടുത്തെ ബോയ്സ് എല്ലാവരും, കാരണം എല്ലാവരും ഒന്നിനൊന്ന് മേളിൽ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന കുറേയധികം നിമിഷങ്ങൾ ഈ പടത്തിലുണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സൗബിക. സുഷിൻ, സുഷിൻ, മഞ്ഞുമൽ ബോയ്സ് വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ എന്താ പറയുക, ഉള്ളിൽ തട്ടി സുഷിൻ പറയുകയുണ്ടായി, മഞ്ഞുമൽ ബോയ്സ് ഒരു സീനായിരിക്കും ഇൻഡസ്ട്രിയിൽ, ഒരു സീൻ മാറ്റും അല്ലേ? പറയൂ. ഗുഡ് ഈവനിങ്. മഞ്ഞുമല എനിക്ക് കുമ്പളങ്ങി കഴിഞ്ഞ അടുത്ത ഫേവറേറ്റ് പടമാണ് ഞാൻ ചെയ്തതിൽ. സോ ഇറ്റ്സ് ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പം എനിക്ക് അതിനകത്തുള്ള എല്ലാ സോങ്സ് ആണെങ്കിലും ദിസ് ഗൈ ഈസ് നോട്ട് വെരി ഫോഴ്സ്ഫുൾ. ചിദംബരം മറ്റേ നമുക്ക് ഇങ്ങനെ ഹിറ്റ് പാട്ട് ഉണ്ടാക്കണമെന്ന് പറയുന്നൊരു സാധനം ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു എക്സ്പ്ലോർ ന്യൂ ജോണേഴ്സ്, പുതിയ പരിപാടികൾ കേൾപ്പിക്കാനും. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് ഈ പടത്തിൽ മൊത്തത്തിൽ. ആൻഡ് ഐ തിങ്ക് ഐ ഡിഡ് എ നൈസ് ജോബ് ഇൻ ദ ഫിലിം. സോ ഐ എം കോൺഫിഡൻറ്റ്. ഐ വാണ്ട് പീപ്പിൾ ടു വാച്ച് ഇറ്റ്. ആൻഡ് എന്നിട്ട് പറഞ്ഞോ ഞാൻ പറഞ്ഞത് തള്ളാണോ എന്ന്. താങ്ക് യു. താങ്ക് യു സുഷിൻ. സുഷിനിലേക്ക് വരാം. വാസി, മഞ്ഞുമൽ ബോയ്സിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വലിയൊരു ഗ്യാങ് ആയിട്ട് കൂടി കാണും. നിങ്ങളെ ഒരുമിച്ച് പലപ്പോഴും പല സമയത്ത് നമ്മൾ കാണാറുള്ളതാണ്. സോ ഹൗ ഇസ് ഇറ്റ്? അതുപോലെ തന്നെയാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ് നമുക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കാൻ പറ്റിയതിൽ. ഇത് ടു ബി പാർട്ട് ഓഫ് എ പ്രോജക്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഐ സേ ദാറ്റ് I was in a different place in my life. അപ്പോൾ എനിക്ക് ദിസ് ഫിലിം വാസ് വെരി പേഴ്സണൽ ടു മീ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പടമാണ്. അപ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങൾ പുറത്ത് നടക്കുമ്പോൾ ഞാൻ ഈ പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് ഇത് ഞങ്ങൾ പാർട്ടി ചെയ്യണ ചെക്കന്മാരാണ് എല്ലാവരും.
we're all together in a house or in a room or ആരുടെയും വീട്ടിൽ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ്. അത് നിങ്ങളെല്ലാവരും ആണ് അതിന് കാരണം ടു ഗിവ് us. So please give yourself a round of applause, please. Because you people let us have this life. ഇത് ഇങ്ങനത്തെ പടമൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരുന്നത് നിങ്ങളെല്ലാവരുമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ പടം ഒരു ഗിഫ്റ്റായിട്ട് എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് തരാൻ പറ്റുന്ന ഒരു പടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അത്രയ്ക്ക് പേഴ്സണലാണ് എല്ലാവരുടെയും. നമ്മളൊരു ഹിറ്റ് പടം ചെയ്യുകയോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു പടമല്ല. അത് വളരെ പേഴ്സണലും വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കഷ്ടപ്പെട്ട് ഒരുമിച്ച് പണിയെടുത്തുണ്ടാക്കി സൗബി പൈസ മുടക്കിയ പടമാണ്. സോ പ്ലീസ് സപ്പോർട്ട് all of us and thank you and God bless you all. I love coming to SH. God bless you all. Thank you. താങ്ക് യു സോ മച്ച് വസീം. ഖാലിദ് ഭായ് 2 വാക്ക് സംസാരിക്കോ? ഹലോ. സംസാരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരു ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് പ്രോഗ്രാമിലൊക്കെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സിറ്റുവേഷൻ വൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു സിനിമയിൽ ഒരു ആസ് എൻ ആക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു പ്രൊമോഷൻ വന്ന് നിൽക്കുക എന്ന് പറയുന്നതും എല്ലാം ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ഓഫ് കോഴ്സ് സൗബി, ചിതു, ബാക്കി എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി സാർ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരം ഒരുക്കി തന്നത്. സോ അദ്ദേഹത്തോടും ബാക്കി എൻ്റെ എല്ലാ ടീംമേറ്റ്സിനോടും ഞാൻ ഭയങ്കര എൻ്റെ നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും വരണം. സിനിമ എൻ്റർടൈൻമെൻറ്റ് ഉള്ള ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ പ്ലീസ് വാച്ച് അവർ ഫിലിം. താങ്ക് യു ഖാലിദ് ഭായ്. ജീൻ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ബാലുവിനെ അറിയാം. ബാലു എൻ്റെ ബ്രദറാണ്. ബാലു ഇവിടെ പഠിച്ചതാണ്. ചിലപ്പോൾ അറിയാൻ പാടാതെ ഞാനും ഇവിടെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അതിനെനിക്ക് എൻ്റെ ഡയറക്ടറെ ചിദംബരം, പ്രൊഡ്യൂസർ, കൂട്ടുകാരൻ സൗബിക, പിന്നെ എല്ലാവരും, ബാസി, എല്ലാവരും തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരെല്ലാവരും കൂടി പടം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് തന്നെ തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവരും പടം വന്ന് കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ദീപക്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ലേ? വൈകുന്നേരം 6 മണിക്ക് ട്രെയിലർ റിലീസ് ചെയ്യും. അപ്പോൾ നല്ല സൗണ്ടിൽ ആരും ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് നല്ല രസമായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലേ? കഴിഞ്ഞ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവും പടം കാണണം എന്നുള്ളത്. ഉറപ്പായിട്ടും കാണൂലേ? ഉറപ്പായിട്ടും കാണണം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പം മലർവാടി തൊട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഇത്രയും വലിയ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ സൗബിക്ക, ചിതു, ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളടുത്തും താങ്ക് യു. സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കാരണം അത്രയും വലിയ വലിയ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത സിനിമയാണ്. അത്രയും എഫേർട്ട് എടുത്തുള്ള സിനിമയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ദീപക്. ഗണപതി, കുറേ റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ ഖാലിദ് ബ്രോ പറയാനുണ്ടായി. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. കാരണം ആക്ച്വലി ബാസിനെ പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. കാരണം ഇങ്ങനൊരു സിനിമയുടെ ബാസിയുടെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര പേഴ്സണലായിട്ടൊരു സിനിമയാണ്. കാരണം ഇത്രയും ഭയങ്കര ലൈക്ക് ഒരുപാട് നല്ല ക്രൂ, ലൈക്ക് കാസ്റ്റ് ഉൾപ്പെടെ അല്ലാതെ ലൈക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജുക്ക, എഡിറ്റർ വിവേക് കർഷൻ, മ്യൂസിക് സുഷിൻ ശ്യാം, ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ അജയേട്ടൻ, കോസ്റ്റ്യൂം ബഷർ, ലൈക്ക് എല്ലാവരും, ലൈക്ക് ഇതിൻ്റെ മേക്കപ്പ് ആയാലും റോണക്സ് ആയാലും, അങ്ങനെ ഒരുപാട് ഒരു ഭയങ്കര വലിയൊരു ക്രൂ ആണ് ഈ സിനിമയുടെ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റുന്നത്. അതും ചിദംബരം, എൻ്റെ സ്വന്തം ബ്രദർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ. സോ എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് എന്തായാലും കാണണം. ബിക്കോസ് ഭയങ്കര ഒരു ഇമോഷണൽ റോൾ കോസ്റ്റ് ആയിരിക്കും സിനിമ. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.
ഗണപതി, അതുപോലെ തന്നെ ലൈക്ക് ഡയറക്ടറുടെ ബ്രദറായതുകൊണ്ട് ചോദിക്കുകയാണ്, മഞ്ഞുമൽ ബോയ്സിൽ ഗേൾസ് ഉണ്ടോ? ഒരു പെൺതരി പോലും ഇല്ലാത്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. നമ്മൾ സെൻട്രൽ റിസേഴ്സിലാണ് വന്ന് ആദ്യം പോയത്, ഇവിടെ എത്തി. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. അമ്മമാരുണ്ട്, ലൈക്ക് നമ്മുടെയൊക്കെ അമ്മമാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് കാണാൻ ഏറ്റവും കൂടുതൽ വരുന്ന ബോയ്സിൻ്റെ കൂടെ ഗേൾസ് ആയിരിക്കില്ല. അടുത്തതാ ഇവിടെ ചന്തു. ചന്തു സംസാരിക്കുക, പോവാം നമുക്ക്. ഹലോ, മഞ്ഞുമൽ ബോയ്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ക്ലോസ് ടു ഹാർട്ട് മൂവിയാണ്. ഈ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ഗണപതിയാണ്. അല്ല, കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിയാണ്. മാത്രമല്ല ഇത് ഗണു സിനിമയിൽ വന്നിട്ട് 18 വർഷമായി. ഈ വർഷം 18 വർഷമായി ഗണു സിനിമയിൽ വന്നിട്ട്. ഒരു നല്ല കൈയടി ഫോർ ഗണപതി. ഒരു കൈയടി ഗണു. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇന്നലെയാണ് കുമ്പളങ്ങി നൈറ്റ്സ് 5 വർഷം അല്ലേ? ഫെബ്രുവരി 8 വർഷം ഫോർ കുമ്പളങ്ങി നൈറ്റ്സ്. 6 വർഷം. എല്ലാവർക്കും നന്ദി പറയാനുണ്ട്. ആദ്യമായിട്ട് ചിതു ഡയറക്ടർ എന്നെ ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തതിന്, ചിതു എന്നെ കൊണ്ടുവന്നതിന്, സൗബിക്കാണ് എനിക്ക് വലിയ നന്ദി പറയാനുള്ളത്. കാരണം ഞാൻ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ സൗബിക്കാണ്. പിന്നെ ഓരോരുത്തർക്കും, ബാസി, ദീപക്കേട്ടൻ, ഗാലിദിക്ക, ജീൻ ചേട്ടൻ, എല്ലാവർക്കും, അരുൺ കുര്യൻ, വിഷ്ണു, അഭിട്ടൻ, എല്ലാവർക്കും നന്ദി. ചന്ദുവിൻ്റെ അടുത്ത് അച്ഛൻ സലീമേട്ടൻ എന്താ പറഞ്ഞ, ലൈക്ക് പടം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത? അല്ല, ഞാൻ ഇതുവരെ അച്ഛൻ്റെ ചെറുപ്പം മാത്രമേ ചെയ്തിട്ടുള്ളൂ, 2 സിനിമയിൽ, ലവൻ സിംഗ് കപൂറും മാലിക്കും. അപ്പോൾ എനിക്ക് ഈ മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കാനുള്ളൊരു ഇത് കോള് വന്നെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചത്, നിനക്കൊക്കെ ആരുടെ എൻ്റെ ചെറുപ്പം അല്ലാതെ റോള് തന്നെയാണ്. അതാണ് അച്ഛൻ ചോദിച്ചത് എൻ്റെ അടുത്ത്, വേറൊന്നുമല്ല. താങ്ക് യു. ഒരു ഗംഭീര കൈയടി ഫോർ ചന്തു. താങ്ക് യു. അരുൺ, ഹലോ, ഹായ്. ഹായ് SH, എല്ലാവർക്കും നമസ്കാരം. വെരി ഹാപ്പി ടു കം ടു SH. ഞാൻ യമണ്ടൻ പ്രേമകഥ എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തു. അപ്പം യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ തവണ വരുന്നത്. അപ്പം ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തില്ല, പക്ഷെ ഉള്ളതിൽ എൻ്റെ പേഴ്സണൽ കരിയറിൽ ഏറ്റവും വലിയ സിനിമയായിട്ട് എനിക്ക് മഞ്ഞുമൽ ബോയ്സ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ബോയ് ഫ്രണ്ട്സിനെയും ഗേൾ ഫ്രണ്ട്സിനെയും ഫാമിലി എല്ലാം കൂട്ടി പോയി ഞങ്ങളുടെ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. അപ്പം ഒരുപറ്റം ചെറുപ്പക്കാർക്ക് സംഭവിച്ച ഒരു സ്റ്റോറിയാണ്. അപ്പം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കഥയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പം എല്ലാവരും ഞങ്ങളുടെ പടം തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് അരുൺ. വിഷ്ണു, നമസ്കാരം. ഞാൻ ലൈഫിൽ ഭയങ്കര ഡിപ്രഷൻ മോഡിലൊക്കെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് ഈ ഫിലിമിലൊരു കോള് തന്നത്. പിന്നെ എനിക്ക് എൻ്റെ മൈക്ക് പിടിച്ച് ശീലമൊന്നുമില്ല സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. പിന്നീടുള്ള യാത്ര 2 വർഷം നീണ്ടു നിന്ന യാത്രയിൽ ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് നേടാൻ പറ്റി. ഈ പടം തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു മൈലേജ് ഉണ്ടായി തരുന്ന. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വിഷ്ണു. അവരാ പറയാ ഒരു ഉഷാറായ ഒന്ന് കൈയടിച്ച അവരാ. ഇതിൽ മഞ്ഞുമൽ ബോയ്സിൽ ഇത്രയും ബോയ്സിൽ എന്താണ് അബ്രാമിൻ്റെ ക്യാരക്ടർ എന്നുള്ളൊരു? ശരിക്കും രാജേഷ് ബ്രോ, സർപ്രൈസ്, യു ആർ സർപ്രൈസ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂ സിനിമയുടെ ഉണ്ടയുടെ യു ഡിഡ് ഇറ്റ്, നമ്മളെല്ലാവരും ഉണ്ട്, ഓർമ്മയുണ്ടാ? തൃശ്ശൂർ, ഓർമ്മയുണ്ടാ? ദാറ്റ് വാസ് ഫസ്റ്റ് വൺ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ചിദംബരം. രാജേഷ് ബാബു പറഞ്ഞു ജാനേമനിലെ ലൈറ്റ് കെട്ടുന്ന സാധനം പറഞ്ഞില്ലേ അല്ലേ? അതല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലേ? താങ്ക് യു ചിതു ഫോർ ദാറ്റ്. ജാനേമനാണ് എന്നെ ഞാനാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് മുന്നേ എന്നെ ഞാനാക്കിയ സൗബിയുണ്ട് ഇവിടെ, പറവയിലെ മനാഫ് സൗബിയുണ്ട്.
സോ ഇത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാം ആയ എല്ലാവരുടെയും കൂടെ ഞാൻ ഇരിക്കുന്നു. സന്തോഷം, ഇതൊക്കെ സ്നേഹം, ലവ് യു ഓൾ. താങ്ക് യു ഡിയർ, താങ്ക് യു. മലയാള ഇൻഡസ്ട്രിയുടെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം ഡിസൈനർ മഷ. ഹലോ ഹായ്. ഇല്ല, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഫുൾ എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇതിലെ ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും സുഹൃത്തുക്കൾ മാത്രമാണ്. അപ്പം നമ്മൾ കുറേ നാളായിട്ട് പറയുന്നതാണ് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു പടം ചെയ്യണം. അങ്ങനെ ഉണ്ടായൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പം എന്തായാലും സിനിമ അടിപൊളിയായിരിക്കും. മഷർ നിങ്ങൾ ഇത്രയും ബോയ്സ് ആയിട്ട് ഒരുമിച്ച് ഒരു കോസ്റ്റ്യൂംസിന്റെ ഇത് കൊടുക്കുമ്പോഴേ ഈ കോസ്റ്റ്യൂംസ് എടുത്തോണ്ട് പോകുന്ന അങ്ങനെ പരിപാടി ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇതിലാണെങ്കിൽ ബാസി ആണെങ്കിലും ചിതു ആണെങ്കിലും സൗബി ആണെങ്കിലും എല്ലാവരും നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വളരെ വളരെ അടുത്ത ആൾക്കാരാണ്. സോ മഞ്ഞുമൽ ചെയ്യുമ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു. ആൻഡ് ഒരുപാട് ചില്ല് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. കുറേ സ്പെഷ്യൽ ഉണ്ട് ഇതിൽ. Thank you, brother. So, Movie Man presents Classmates with Team Manyamal Boys, powered by Ajmeela. Valentine's Day celebrity, how many are there? Like, Valentine's Day is coming. Our ivda most happening like boys are here. I'm giving you an opportunity to propose anyone over here. Ipo, you're getting an opportunity to propose anyone over here, and your time starts now. Hey. Vasiba! ഒരു സെക്കൻഡ് പോയല്ലേ ആ പറഞ്ഞതൊക്കെ ഒന്ന് പറയാം. I'm a huge fan of his, so I just wanted to give him a flower. That's it. And congratulations for your new clip. Thank you. And thanks for coming up. Where ആരെങ്കിലും ഉണ്ടോ? Anyone? Okay. നമുക്കൊന്നുമില്ലേ ഇല്ലേന്ന് ഇവിടെ ആരായിരുന്നു ചോദിച്ചേ? ഗണപതിയാണോ? എനിക്കും കിട്ടി. Hi sir, I'm a very big fan. Thank you. എനിക്ക് ഭയങ്കര ഇഷ്ട പാട്ടുകളൊക്കെ. I love you. Thank you. Can I sing 2 lines for you? Yeah, please. Can you sing with me if you can? Okay. So it's so Srishan sir. ചെറാതുകൾ തോറും നിൽപ്പിയോർമയായി കെടാതെ പോൽ ചാരുവാനും മകളാൽ ചുഴലും നോരേ കുറ്റാക്കൂരിരുൾ വഴിയോളം ഞാനേറിയ Thank you so much. Beautiful. Any more? ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ബെസ്റ്റ് പ്രപ്പോസൽ കേട്ടോ. ഇതായിരുന്നു ഇപ്പൊ വന്നത് പാട്ടൊക്കെ പഠിത്തന്ന്. ദീപക്. വലിയ ഫാനാണ്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ തൊട്ടുള്ള വലിയ ഫാനാണ്. ഈ സിനിമ വലിയൊരു സക്സസ് ആവട്ടെ. ഹാർട്ട്ഫുൾ. ഇതൊരു പ്രോഗ്രാം അല്ല, വേഗം എവിടെ ദൈവമേ എവിടെ ക്യൂ ആണോ? കുര്യ നിനക്കും Any more? Can you move?
ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ ഇതൊക്കെ? രാജേഷ് ബ്രോ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? ഇത് ഇവിടെ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? ഏതാ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണോ? ഇപ്പൊ അവര് പ്ലാൻ ചെയ്താ? അല്ല, ഗണപതിക്ക് കൊടുത്തപ്പോഴാണ് സംശയം വന്നത്. കുഴപ്പമില്ല. ആരാണ് അഭിരാമിന് അഭിരാമിന് ആരാ പൂ കൊടുക്കുന്നത്? എവിടെ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചോദിച്ചു മേടിക്കണമല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് സുഷിനോടെ ഇനിയുണ്ടോ? ഇനി ഉള്ളവരൊക്കെ നോന്നേ, ഇത് വേഗം ഒരുമിച്ച്. സുഷിൻ, ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടോ. സുഷിൻ, നമുക്ക് ഇവർക്ക് എല്ലാവരും സുഷിന്റെ കയ്യിൽ നിന്നൊരു എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു മൂവ്മെന്റ്, ഒരു സോങ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യാണ്. ഞാൻ അല്ലേ വിൽ കം ബാക്ക്. അല്ല, പോയിട്ട് ഞാൻ വരാം. അപ്പൊ നമുക്ക് ബാസി ഗായ്സ് ഒരു ഗംഭീര കൈയടി ഫോർ ശ്രീനാഥ് ബാസി. എടാ നമ്മുടെ പാട്ട് നോക്കടാ, ഗണപതി പാടും. ആ ഗണപതി പാടും. ഗണു കളിക്കല്ലേ? കം ഓൺ. ഞാൻ സമ്മതം തന്നിരിക്കുന്നു. Can you follow me? Say like with me, okay? Ganu, Ganu, Ganu. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ പാടും. സുഷിൻ പാടാണ് സുഹൃത്തുക്കളെ. അല്ല, ബാക്കിംഗ് ട്രാക്ക് ഒന്നും വേണ്ട, ചുമ്മാ കൂടെ പാടിക്കോ. ഈവാനിൻ തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നാമണയുന്നു. പാട്ട് വെക്കാൻ പറ്റില്ല. ബാക്കി പാട്. ഇല്ല, ബാക്കിംഗ് ട്രാക്ക് ഇല്ല. എന്നാ ജന്മകാരണി ഭാരതം പാടാൻ. ഇവിടെ ആരാരും കരയുകില്ല, ചിരികളാരും പഴയ നോവിന്റെ കൈപ്പൊന്നും. സോ സിമ്പിൾ. പർദീസ. നന്ദി, നമസ്കാരം, താങ്ക് യു. എടാ ഞങ്ങൾ പോട്ടെ. ഇനി വേറെ ആർക്കെങ്കിലും പൂക്കൾ കിട്ടാനുണ്ടോ? വേറെ ആരെങ്കിലും ബാസിക്ക് പൂക്കൾ? എനിക്ക് വേണ്ട. എനിക്ക് ഐ ഡോണ്ട് മൈൻഡ്. ബാസി, ആ പരിപാടി കൊള്ളാമല്ലേ? പക്ഷെ അതല്ല, ആ പരിപാടി കൊള്ളായിരുന്നല്ലേ? ആ പൂ തരുന്ന പരിപാടി. ബാസിക്ക് ഒരു ഡ്രോയിങ് കൊടുക്കാനായിട്ട് ഒരു അനുശ്രീ എന്ന് വെച്ചൊരു കുട്ടി ഇവിടെ ഉണ്ട്. എനിക്കല്ല. Okay, yeah, she wants him to dance with her. Do you guys want him to dance with her? Can you dance with me? ഇതാരാ ഇത്?
താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടുത്തെ ചോദിക്കുകയാണെങ്കിൽ ഗിവ് യു ദ മൈക്രോഫോൺ. മൈക്കോടെ മൈക്ക്. ആരുടെ ചോദിക്കണ്ട? സൗഭികയുടെ സൗഭികയുടെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് പറവ. അപ്പം ഈ കിങ് ഓഫ് കൊത്തയ്ക്ക് മുമ്പ് ദുൽഖറിനെ വെച്ച് ഓതിരം കടകം എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്തായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ ഒരു ന്യൂസും കേട്ടില്ല. അത് എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ? അതിൻ്റെ വർക്കുകൾ നടക്കുന്നത് ഉടനെ തന്നെ ഉണ്ടാവും. സൂപ്പർ. വേറെ ആരെങ്കിലും ഉണ്ടോ? എനിവൺ എൽസ്? ചോദിച്ചോ. So I have to Sushinsha. Sir, എങ്ങനെ സാധിക്കുന്നു സാർ എല്ലാ സിനിമയിലും ഇങ്ങനത്തെ ഒരു ട്രെൻഡ്? സീരിയസ്ലി ഞങ്ങൾക്ക് മലയാളികൾക്ക് സാർ ട്രെൻഡ് സെറ്ററാണ്. ഭീഷ്മയിലെ ബീജമൊക്കെ ഞങ്ങൾ കേൾക്കാത്ത ദിവസങ്ങളില്ല, ഞങ്ങൾ കേൾക്കാത്ത മെലഡീസ് ഇല്ല. എങ്ങനെ സാധിക്കുന്നു സാർ? വൺ ആൻസർ പ്ലീസ്. വൺ ആൻസറോ? വൺ ആൻസർ ഓർ യു കൻ എക്സ്റ്റെൻഡ്. ഇത്തിരി കഷ്ടപ്പാടുണ്ട്, അതാണ് വൺ ആൻസർ. പക്ഷേ ഐ ആം ട്രൈയിങ്. Okay, so wishing you all the best for this Manyamal Boys. Thank you. Vera, you want to ask? ചോദിച്ചോ. എനിക്ക് തോന്നിയത് ബാൻ കിട്ടിയ സമയത്തല്ലേ സിനിമ അഭിനയിച്ചത്. അപ്പൊ ഹൗ ഡിഡ് യു ഓവർകം? പ്രഷറൊക്കെ ഉണ്ടാവില്ല? അല്ല, അതെന്നു വെച്ചാൽ ബാൻഡിൽ പാടി കിടന്നിട്ട് പൈസ ഒന്നുമില്ല, ഭയങ്കര ശോകമാണ്. ബാനാ അത് ഞാൻ പറയാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ദിസ് ഫിലിം ഇസ് വെരി പേഴ്സണൽ ടു മീ ബിക്കോസ് എന്നെ അവർ ബാൻ ചെയ്യുമ്പോൾ ഐ വാസ് ഡൂയിങ് മഞ്ഞുമൽ ബോയ്സ്. അവരുടെ ബാൻ എടുത്ത് മാറ്റുമ്പോഴും ഐ വാസ് ഡൂയിങ് ദിസ് മഞ്ഞുമൽ ബോയ്സ് ബിക്കോസ് that's what this film means to all of us. കാരണം നമ്മൾ 110 ദിവസം എടുത്ത് കുറച്ചധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പടമാണ്. അപ്പോൾ there were some projects that I couldn't do and that was the problem. അപ്പം പക്ഷെ ഞാൻ മാത്രമല്ല, ഈ ക്രൂവിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ പ്രോജക്റ്റ് ഉണ്ട്. ഇവനവൻ്റെ പ്രോജക്റ്റ് 3-4 മാസം മാറ്റി വെച്ചിട്ട് ടോവിനോട് ഇൻ വിച്ച് സൗബി ഈസ് ദെയർ. അപ്പോൾ നമ്മളെല്ലാവരും അതുപോലത്തെ പരിപാടികൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വിചാരിക്കാൻ വേണമെങ്കിൽ രക്ഷപ്പെട്ട് പടത്തിൽ അഭിനയിക്കണതാണ്, കുഴപ്പമൊന്നുമില്ല, പൈസയുണ്ട്, അങ്ങനെയൊന്നുമല്ല. വെൻ തിങ്സ് ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു, കുറച്ച് നല്ല കൂട്ടുകാർ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. സൂപ്പർ. ഓക്കെ, ചോദിച്ചോ. പാട്ടൊന്ന് പാടുവോ? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. സോറി, വെരി സോറി. പാലും പഴവും പാടൂ. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ഓക്കെ, ഇനി ഹൂ ഇസ് നെക്സ്റ്റ്? വേഗം അവർക്ക് പോകാനുള്ള വേഗം. ആരെങ്കിലും ഉണ്ടോ? ഇതുപോലെ ഒരു പാട്ടിന് ഫേമസ് ആയ ഒരു ആക്ടർ കൂടെ ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും അറിയാം? അറിയാം. സുഷിൻ ചേട്ടാ. അപ്പം ഇപ്പൊ കുറെ സ്റ്റാർസിന് വേണ്ടിയൊക്കെ ബീച്ചും ചെയ്തു, മമ്മൂക്കിക്ക് വേണ്ടിയൊക്കെ ചെയ്ത്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു അൻവർ റഷീദും മോഹൻലാലും സുഷിൻ ശ്യാം ഒരു കോംബോ വരുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങളുടെ ലാലേട്ടന് വേണ്ടി ഒരു ബിഗ് സ്റ്റാർ ബീച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ. സത്യമായിട്ട് അങ്ങനെ ഒരു പ്രൊജക്റ്റ് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദീസ് ആർ റൂമേഴ്സ് ബ്രോ. പക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ സുഷിൻ ശ്യാം? ഇല്ലാത്തൊരു സാധനം എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? പക്ഷെ വരുമ്പം ഉറപ്പായിട്ടും ഞാൻ അനൗൺസ് ചെയ്യും. എനിക്ക് ഇപ്പം ഇല്ല, എന്തായാലും എൻ്റെ ചെവിലോട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രൊജക്റ്റ്. റൂമേഴ്സിൻ്റെ ആളല്ലേ? ഓക്കെ, എനിവൺ ഗോസ് നെക്സ്റ്റ്? ഉണ്ടോ ആരെങ്കിലും? എനിവൺ?
അപ്പം ചിദംബരം, സൗമ്പി, നിങ്ങൾ രണ്ടുപേരും കൂടെ, ബിക്കോസ് പ്രൊഡ്യൂസറുമാണ് ഡയറക്ടറുമാണ്. അപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലൈക്ക് നെക്സ്റ്റ് വീക്ക് അല്ല, പടം ഇറങ്ങുകയാണ്. അപ്പോൾ ശരിക്കും സിനിമകളുണ്ട്, യുവത്വം ആഘോഷിക്കുന്ന ഒരു സിനിമയാണെന്ന് കാണുമ്പോൾ ഒരു മൂഡുണ്ട്, വൈബുണ്ട്. ഇതൊരു റിയൽ ലൈഫായിട്ടുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമയാണോ? ബിക്കോസ് മഞ്ഞുമൽ ഒരു സ്ഥലമാണ്. മഞ്ഞുമൽ ബോയ്സ് ശരിക്കും നടന്ന സംഭവങ്ങൾ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. 2006 നടന്ന സംഭവമാണ്. അതിനെപ്പറ്റിയാണ് സിനിമ. ഈ സിനിമ സുഹൃത്ത് ബന്ധങ്ങളും അതിൻ്റെ ആഴവും അതിൻ്റെ ബലവും ടെസ്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം എല്ലാവരും ഇത് കാണണം. കണ്ടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹൗ ഫ്രണ്ട്ഷിപ്പ് ഷുഡ് ബി, ഹൗ പീപ്പിൾ ഷുഡ് ബി എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ദിസ് ഇസ് എ പീസ് ഓഫ് റിയൽ ലൈഫ്. സോ എവരി വൺ ഷുഡ് കം ആൻഡ് സീ ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ സൗബിക, ലൈക്ക് ആസ് എ പ്രൊഡ്യൂസർ, ഇതൊരു ഇത്രയും താരങ്ങളാണുണ്ടെങ്കിൽ ഇതൊരു ചെറിയ സിനിമയായിട്ടല്ല കാണുന്നത്, കൺസീവ് ചെയ്യുന്നൊരു വലിയ സിനിമയായിട്ടാണ്. അപ്പോൾ ഈ ഒരു സിനിമ നിർമ്മിക്കാനുണ്ടായ, ഇതിൻ്റെ പിറകിലേക്ക് ഫുൾ ടൈമായിട്ട് നിൽക്കാനുണ്ടായിരുന്നൊരു സാഹചര്യം കൂടെ പറയാമോ? ഞങ്ങൾ ഈ പടത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പലരും ഒറ്റക്കെന്നല്ല, വാപ്പയും കൂടി ഉണ്ട്. ബാബു ഷായർ വാപ്പയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനും ഷോൺ ആൻ്റണി, എൻ്റെ പാർട്ണറായിട്ടുള്ള ഷോൺ ആൻ്റണി കൊണ്ട് പ്രൊഡ്യൂസറുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ പലയിടത്തും സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ കുറച്ചധികം വരുന്നുണ്ട്, ആരും അങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ പക്ഷേ ഈ ഫിലിം ഇങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉള്ളിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ തന്നെ ഒരാൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരും. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, ഈ ഫിലിമിനെ കുറിച്ച്, എന്നാലേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധത്തിലുള്ളവർ അങ്ങനെ എല്ലാവരും കൂടി ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അങ്ങനെ കാരണം അതിനുവേണ്ടി കുറേ പണിയെടുക്കാനുണ്ടായിരുന്നു. അത് അങ്ങനെ ഉണ്ടായൊരു ഫിലിമാണ്. താങ്ക് യു സുബൈക. ആൻഡ് ബാസി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ആഘോഷമാക്കിയൊരു സിനിമയാണ്. അപ്പോൾ February 15 തിയേറ്ററിൽ എത്തുമ്പോൾ ഈ കാണുന്നവരോട് ബാസിക്ക് എന്താണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൽ വരുന്നവരോട് പറയാനുള്ളത്? കുറച്ച് കൂട്ടുകാരെ കുറിച്ച് ഉണ്ടാക്കിയ സിനിമയാണ്. സിനിമ ഹ്യൂമാനിറ്റീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അധികം വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു ഫോർ ഹാവിങ് അസ്. പ്ലീസ് ഗോ വാച്ച് ദ ഫിലിം സമയമുള്ളപ്പോൾ. God bless you all. Thank you SH College for having us. Thank you. Thank you so much. Thank you. And last one is ഈ സിനിമയുടെ ഒരു സോങ് ജസ്റ്റ് പ്ലേ ചെയ്യും. You can just be there and groove it and we will call it a day. ബാസിക്ക് ഒരു ഡ്രോയിങ് ഗിഫ്റ്റ് ആയിട്ടുണ്ട്. അനുശ്രീ, just give that. ഒരു ഡ്രോയിങ് ബാസിക്ക് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കൈയടി ഫോർ ദാറ്റ്. ആൻഡ് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഗണപതി അടുത്താണ്. ഗണപതിക്ക് എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഗണപതി അടുത്ത് തപ്പി പിടിച്ച ഒരാൾ ചോദിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഗണപതി കല്യാണം എപ്പോഴത്തേക്ക് കാണും? കല്യാണമൊക്കെ എപ്പോഴത്തേക്ക് കാണും? കല്യാണമൊക്കെ എപ്പോഴത്തേക്കായിരിക്കും? കല്യാണം എപ്പോഴത്തേക്കായിരിക്കും അറിയിക്കാം ഉറപ്പായിട്ടും. എൻ്റെ പേര് അനു. എന്ത് പഠിക്കുന്നു? എന്താ പഠിക്കുന്നത്? ഉറപ്പായിട്ട് അറിയിക്കാം. എന്തായാലും എൻഗേജ്ഡ് ആക്ച്വലി. വെറുതെ മ്യൂസിക് പ്ലേ ഓഫ്. ലെറ്റ്സ് പ്ലേ ദ മ്യൂസിക് ഫ്രം മഞ്ഞുമൽ ബോയ്സ്.
Thank you.